കാണിക്കേണ്ട കാര്യമല്ലേ? ഇറങ്ങി വരാൻ വരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹലോ, അവിടെ നിന്ന് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞു വിടാൻ വെക്കോ? ആരെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടെ. നീ അടിക്കല, നീ എറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ എറിയാണെന്ന് നീ എറിയാണെന്ന് ഈ ഗുണ്ടയായ സ്ത്രീ നമ്മുടെ നാട്ടിൽ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ഈ പ്രദേശത്തുള്ള ആരും ഇവിടെ ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരെ പോലും ഇതിൽ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ സംസാരവും ചീത്തവിളിയും ബഹളമായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങളെ പോലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയിച്ചില്ല. വണ്ടി ഓടിക്കുന്നത് തന്നെ മോശമായ രീതിയിൽ ഇടിച്ചിടുമെന്ന രീതിയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഭർത്താക്കന്മാരെ പറയുന്നതായാലും ഭാര്യമാരെ പറയുന്നതായാലും മോശമായ രീതിയിലാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഇവിടെ 6:30 ആയപ്പോഴത്തേനാണ് നമ്മൾ കണ്ടത്. 6:30 ആയപ്പോഴത്തേന് ഒരു അണ്ണൻ എന്നെ വിളിച്ചിട്ട്, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കല്ലടുക്കി വെച്ചേക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ബൈക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രം 2-3 കല്ലെടുത്ത് മാറ്റിയതിനു ശേഷം ആ കല്ലെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് വന്നു. ഒരു നിവേദനം എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം വന്ന സമയത്ത് മോശമായ രീതിയിൽ സംസാരവും വെട്ടുകത്തിയെടുക്കുകയും ഞങ്ങൾ അകത്തോട്ട് കയറാൻ സമ്മതിക്കുകയോ ഈ പ്രദേശത്ത് നിൽക്കാൻ സമ്മതിക്കുകയോ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ചീത്തവിളി കാരണം ഒരു പാറക്കല്ലെടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ കാലിലെറിയാൻ ശ്രമിച്ചു. ഒരു രീതിയിലും ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇന്ന് ഉണ്ടാക്കി തന്നേ പറ്റൂ. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിയത്തുള്ളൂ. ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇതിലെ നടക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്തും ചെയ്യും. രാത്രി അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളിനി എന്തൊരു ധൈര്യത്തിൽ ഇവിടെ ജീവിക്കണം? കൊച്ചു പറഞ്ഞു കേട്ടില്ലയോ, കൊച്ചുങ്ങളെ പോലും വെറുതെ വിടത്തില്ല. എന്തൊരു ധൈര്യത്തിലാണ് ഇനി ഞങ്ങൾ കൊച്ചുങ്ങളെ വെളി ഇറക്കേണ്ടത്? അതുവരെ ഞങ്ങളപ്പോ വെളി ഇറങ്ങണ്ടെന്നാണ് സാർ പറയുന്നത്. ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറല്ലേ ഇവനെ ചികിത്സിക്കുന്നത്. നമ്മൾ പറയുന്നത് നിങ്ങൾ സംസാരിക്കണം.